ഹായ് ഓൾ, ശങ്കർരാജ് ഹിയർ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ സിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നത്, എന്താണ് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി മുതലായിട്ടുള്ള കുറച്ച് ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ശരിക്കുമുള്ള സി പ്രോഗ്രാമിംഗ് ആരംഭിക്കുകയാണ്. അതായത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പൈലർ ഉപയോഗിച്ചുകൊണ്ട് സിയിൽ പ്രോഗ്രാമുകൾ എഴുതുകയും അത് റൺ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇന്ന് മുതൽ കടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 പ്രോഗ്രാംസ് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നതിനാണ്. ഫസ്റ്റ് വൺ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് പോലെ തന്നെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം. അതൊരു ക്ലാസിക്കൽ പ്രോഗ്രാമാണ്. ഹലോ വേൾഡ് എന്നോ അല്ലെങ്കിൽ വെൽക്കം ടു പ്രോഗ്രാമിംഗ് വേൾഡ് എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. സി ആയാലും സി പ്ലസ് പ്ലസ് ആയാലും ജാവ ആയാലും പൈത്തൺ ആയാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഹരിശ്രീ കുറിക്കുന്നത് പോലെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. നമ്മളും ആ ഒരു രീതി പിന്തുടരുകയാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഈ 2 പ്രോഗ്രാംസും കഴിഞ്ഞ ക്ലാസ്സിലേതുപോലെ തന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നമുക്ക് ആ വിഷ്വലൈസേഷനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സി പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടർബോ സി പ്ലസ് പ്ലസ് എന്ന് എൻ്റെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സി പ്രോഗ്രാമുകൾ ചെയ്യാൻ പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമുകൾ പ്രധാനമായിട്ട് ചെയ്യുന്നതിനുള്ളൊരു ടൂളാണിത്. പക്ഷേ നമുക്ക് സി പ്രോഗ്രാമുകളും ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഫയൽ നിന്ന് ഞാൻ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ക്ലിക്ക് ചെയ്തു. നോ നെയിം ഡോട്ട് സി പി പി എന്നുള്ള പേരിലാണ് പ്രോഗ്രാം ആ ഒരു വിൻഡോ വന്ന് കിടക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിനെ റീനെയിം ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് സി. നമ്മുടെ പ്രോഗ്രാം നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സിയിലായതിനാൽ എക്സ്റ്റൻഷൻ സി എന്ന് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ആ മുകളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മനസ്സിലാകും ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ. കണ്ടോ, ഫസ്റ്റ് പ്രോഗ്രാം ആ ഫസ്റ്റ് PRO വരെ വന്നതിന് ശേഷം ഡോട്ട് സി വന്നു. ഇനി ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതുകയാണ്. ആദ്യമായി പ്രീ പ്രോസസർ ഡയറക്റ്റീവാണ് എഴുതുന്നത്, ഹാഷ് ഇൻക്ലൂഡ്. അപ്പം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സിയുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് എച്ച് എന്ന ഹെഡർ ഫയലിനെയാണ്. അതിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവായിട്ടുള്ള ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സി പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള എക്സിക്യൂഷൻ, പ്രധാനമായിട്ടുള്ള എക്സിക്യൂഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ഞാനിപ്പോൾ ഇട്ട ഈ ബ്രാക്കറ്റ്, നോർമൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ പരാന്തസിസ്, മിക്കവാറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഫങ്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് മിക്കവാറും സിറ്റുവേഷൻസിൽ ചെയ്യുന്നത്. അപ്പം മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിനൊരു ഡാറ്റ ടൈപ്പ് വേണം. ഡാറ്റ ടൈപ്സിനെയും വേരിയബിൾസിനെയും ഒക്കെ പറ്റിയിട്ട് നമുക്ക് ക്രമേണ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കാം. വെറുതെ നമുക്കൊരു ഫംഗ്ഷൻ ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതിന് മുന്നിൽ ഒരു ടൈപ്പ് വേണം. ഇൻറ്റ് എന്ന പേരിലുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണണമെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് ബേസിക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ക്രമേണ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഓപ്പണിംഗ് കർലി ബ്രേസും ഒരു ക്ലോസിംഗ് കർലി ബ്രേസും ഞാൻ കൊടുത്തു. മെയിൻ എന്ന ഫംഗ്ഷന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്കിൽ അത് മെയിനിന് കീഴിൽ തന്നെ നിൽക്കണം എന്ന് പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ സിയുടെ കമ്പൈലറിനോട് നമ്മൾ പറയുന്നത് ഈ കർലി ബ്രേസസ് വെച്ചിട്ടാണ്. കാരണം ഈ ഓപ്പണിങ്ങിനും ക്ലോസിനും ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് മെയിനിന് കീഴിൽ വരുന്നത്. ആ ക്ലോസിംഗ് കർലി ബ്രേസസിന് താഴെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മെയിനിന് അണ്ടറിൽ വരുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള കോഡാണ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാനാണ്. പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രിന്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സി പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്നത്. പ്രിന്റ് ഫോർമാറ്റ് വെൽക്കം എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. WELCOME ഞാൻ വെൽക്കം എന്ന് കൊടുത്തു, ക്യാപ്സിൽ. ഇനി ഒരു സെമി കോളൻ. സി പ്ലസ് പ്ലസ് ജാവ മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒട്ടുമിക്കവാറും സ്റ്റേറ്റ്മെന്റ്സിന് ശേഷവും സെമി കോളൻസ് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കൊടുത്തത്. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം.
എന്തെങ്കിലും എറേഴ്സോ വാണിങ്സോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. എറേഴ്സ് ഉണ്ട്, എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്താൽ എറേഴ്സ് വരുമെന്നാണ് പറയുന്നത്. അൺഡിഫൈൻഡ് സിമ്പിൾ വെൽക്കം, ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ. ഇങ്ങനെ 2 എറേഴ്സ് ആണ് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അൺഡിഫൈൻഡ് സിമ്പിൾ വെൽക്കം, അതിൻ്റെ കാരണം വെൽക്കം എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണേണ്ട ഒരു മെസ്സേജ് ആയതിനാൽ അതെപ്പോഴും ഡബിൾ കോട്ട്സിലായിരിക്കണം വരേണ്ടത്. ആ വെൽക്കം അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറാണ്, ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ കോട്ട്സിനകത്താണ് അത് വരേണ്ടത്. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഡബിൾ കോട്ട്സിനകത്ത് വരുന്ന കാര്യങ്ങൾ സ്ട്രിങ് ആയിട്ട് തന്നെയാണ് ഡീൽ ചെയ്യപ്പെടുന്നത്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായി എക്സ്പ്ലോർ ചെയ്യാം. ടെക്നിക്കലി ഇപ്പോൾ നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായി ഞാൻ കമ്പൈൽ കൊടുക്കുകയാണ്. വാണിങ്സ് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ. നമ്മൾ മെയിനിന് മുമ്പ് ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റിട്ടേൺ RETURN സ്മോൾ ലെറ്റർ കൊടുക്കാം. RETURN റിട്ടേൺ 0. പ്രോഗ്രാം സക്സസ്ഫുൾ ആയി, കംപ്ലീറ്റ് ആയി എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് പറയുന്നത് 0 വഴിയാണ്. ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പ്രോഗ്രാം നമുക്ക് ബേസിക്കലി എഴുതാനായിട്ട് ഈ കാര്യങ്ങൾ സ്ഥിരമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പ്രോഗ്രാം ലോജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകാത്തത്. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സക്സസ് ആണ്. അപ്പോൾ റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല. ഒരു വട്ടം കൂടി കൊടുത്ത് നോക്കാം. ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ പോകണം. ഒരു ബ്ലാക്ക് സ്ക്രീൻ വരേണ്ടതാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എഡിറ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമാണ്. ഹാഷ് ഇൻക്ലൂഡ്, മറ്റൊരു ഹാഷ് ഞാൻ യൂസ് ചെയ്യുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് .h കോണിയോ .h. ഈ കോണിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. get.ch എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, get char, കീബോർഡിലുള്ള ഏത് ക്യാരക്ടറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോകാനും തിരിച്ചു വരുവാനുമുള്ള ഒരു സൗകര്യമാണ് get.ch. അപ്പോൾ ഇതുവഴി നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് പോകാൻ കഴിയണമെന്നുള്ളതാണ്. ഈ ടർബോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ. പുതിയ ലേറ്റസ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിരിക്കും, ചില സ്റ്റെപ്പുകളൊക്കെ കുറഞ്ഞിരിക്കും. കണ്ടോ, റൺ കൊടുത്തപ്പോൾ വെൽക്കം 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 3 വെൽക്കം വന്നു. അതെന്തുകൊണ്ടാണ് 3 വെൽക്കം വരുന്നത്? ഞാൻ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പം 4 വെൽക്കമായി. അതിൻ്റെ കാരണം ആ സ്ക്രീൻ ക്ലിയർ ആയി പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, ക്ലിയർ സ്ക്രീൻ. ഈ ക്ലിയർ സ്ക്രീൻ പോലുള്ള ഫംഗ്ഷൻസ് ഒന്നും ഇപ്പോഴുള്ള മിക്കവാറും കമ്പൈലേഴ്സ് എഡിറ്റേഴ്സിനൊന്നും ആവശ്യമില്ല. ഈ ടർബോ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്. പഴയ ടെസ്റ്റിലും പഴയ ആൾക്കാരുമായി നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ യൂസേജിനെ പറ്റി ഉള്ള റെഫറൻസ് കിട്ടും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ സ്ക്രീൻ കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. കണ്ടോ, ഒരൊറ്റ വെൽക്കം മാത്രമേ ഇപ്പോഴുള്ളൂ. വീണ്ടും റൺ ചെയ്യുകയാണ്, ഒറ്റ വെൽക്കം മാത്രം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് .h stdio.h മുതലായിട്ടുള്ള ഹെഡർ ഫയലുകളുടെ ഉപയോഗത്തോടു കൂടി അവയെ ഇൻക്ലൂഡ് ചെയ്തതിൽ നിന്ന് മെയിൻ ഫംഗ്ഷൻ എഴുതി അതിനൊരു ഡാറ്റ ടൈപ്പ് കൊടുത്ത് അതിനകത്ത് ക്ലിയർ സ്ക്രീൻ, CLR SCR, printf, get.ch എന്നീ 3 ഫംഗ്ഷനുകൾ യൂസ് ചെയ്ത് 0 എന്ന റിട്ടേൺ വാല്യൂ കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിമ്പിൾ മെസ്സേജ് പ്രിന്റ് ചെയ്യുവാനുള്ള C പ്രോഗ്രാം ടർബോ C++ൽ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ എൻ്റെ പേഴ്സണൽ ചാറ്റിലോ അത് വന്ന് ചോദിക്കാവുന്നതാണ്. ഒരു സിമ്പിൾ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ലോജിക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. stdio.h conio.h ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ്, മെയിൻ എന്ന ഫംഗ്ഷൻ, ഇൻറ്റ് എന്ന ഡാറ്റ ടൈപ്പ്, റിട്ടേൺ എന്ന് പറയുന്ന വാല്യൂ, റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം വരുന്ന വാല്യൂ, ക്ലിയർ സ്ക്രീൻ, get.ch എന്നീ 2 ഫംഗ്ഷൻസ്, printf എന്ന് പറയുന്ന പ്രിന്റ് ഫോർമാറ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്തായ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും ഇവിടെ ഉണ്ട്. C++ ആണെങ്കിൽ printfന് പകരം cout ആകും. ജാവ ആണെങ്കിൽ system.out.println ആകും. പൈത്തൺ ആണെങ്കിൽ പ്രിന്റ് എന്ന് മാത്രമാകും.
ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അവയൊക്കെ പറ്റി നമുക്ക് അതത് ലാംഗ്വേജുകളുടെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. നമുക്ക് മറ്റൊരു പ്രോഗ്രാം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ടർബോ C++ഉം ഞാൻ എൻ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ എഴുതുന്നത്. ഞാൻ ആദ്യമേ പേരങ്ങ് ചെയ്യുകയാണ്. സെക്കൻഡ് പ്രോഗ്രാം എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. സെക്കൻഡ് പ്രോഗ്രാം .c. 2 ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ്സും നമ്മളിവിടെ കൊടുക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, int main. ഇവിടെ എനിക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട്, ഒരു പ്രോസസ്, അഡീഷൻ എന്ന പ്രോസസ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സാണ്. റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടും നമ്പറാണ്. നമ്മൾ ആദ്യം കൊടുത്ത 2 നമ്പേഴ്സിൻ്റെ സം. അപ്പോൾ ആദ്യം കൊടുക്കുന്ന ആ 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി മെമ്മറി ലൊക്കേഷൻസിനെ നമ്മൾ റിസർവ് ചെയ്തിടണം. അതിനുവേണ്ടി ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കണം. ഓൾ നമ്പർ, പൂർണ്ണസംഖ്യകൾ ആയതിനാൽ അവയെ ഇൻറ്റിജേഴ്സ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഇൻറ്റ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റ് എന്നുള്ളതാണ് അതിനുവേണ്ടി സിയുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലുള്ള കീവേഡ്. ആ ഇൻറ്റ് തന്നെയാണ് മെയിനിന് മുന്നോടിയായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ വരും ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകും. ഇൻറ്റ് a,b, a,b എന്ന പേരിൽ ഞാൻ 2 മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യുകയാണ് എൻ്റെ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. സെമികോളൻ, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള സെമികോളൻ. ഇനി എനിക്ക് വേണ്ടത് ഇവയുടെ സം കാണുക എന്നുള്ളതാണ്. ആ സം കണ്ടാൽ മാത്രം പോരാ, ആ റിസൾട്ടിനെ മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക കൂടി വേണം. അതായത് ഞാൻ കൊടുക്കുമ്പോൾ ഈ 2 നമ്പേഴ്സ് പോയി മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ആകണം. ആ മെമ്മറി ലൊക്കേഷനുള്ള ഞാൻ കൊടുത്ത വാല്യൂസ് ആഡ് ആയതിനു ശേഷം അവ മൂന്നാമതൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് കൂടി സ്റ്റോർ ആകണം. ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതാണ് അതിൻ്റെ ലോജിക്. A,B,C എന്നിങ്ങനെ 3 വേരിയബിൾസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എയും ബിയും 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുവാനും സി റിസൾട്ട് സ്റ്റോർ ചെയ്യാനും. ഇൻറ്റ് ABC. എയിൽ ഞാനൊരു 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. a = 5, a = 5. അസൈൻമെന്റ് ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഞാൻ ഇനി പറയാം. ഇപ്പോൾ a = 5 എന്ന് പറയുമ്പോൾ 5 എന്ന വാല്യൂ എയിൽ പോയി സ്റ്റോർ ആകും, a എന്ന മെമ്മറി ലൊക്കേഷനിൽ. b = 10, 10 എന്ന വാല്യൂ b എന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ആകും. ഇനി എഴുതുകയാണ് c = a + b. ഇവിടെ ഇപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ എയിലും ബിയിലുമുള്ള വാല്യൂസ് ആഡായി സി എന്ന മെമ്മറി ലൊക്കേഷനിൽ വന്ന് സ്റ്റോർ ആകുമെന്നാണ് ഇതിന്റെ അർത്ഥം. printf c സെമികോളൻ. ഇനി നമുക്ക് നേരത്തെയുള്ള ക്ലിയർ സ്ക്രീനും നമ്മുടെ getch നമ്മുടെ റിട്ടേണും ഒക്കെ ഒന്നങ്ങ് കൊടുക്കാം. എന്നിട്ട് കർലി ബ്രേസസ് ക്ലോസും ചെയ്യാം. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്തപ്പോൾ എന്തൊക്കെയോ കുറച്ച് എറേഴ്സ് ഉണ്ട്. ഡിക്ലറേഷൻ ഈസ് നോട്ട് അലൗഡ് ഹിയർ എന്ന് പറയുന്ന ഒരു എറർ, ടൈപ്പ് മിസ്മാച്ച്, ഇങ്ങനെ കുറച്ച് എറേഴ്സ് കിടക്കുകയാണ്. അപ്പോൾ ഈ ക്ലിയർ സ്ക്രീനിനെ ഞാനൊന്ന് താഴെ കൊടുത്ത് നോക്കുകയാണ്. ടൈപ്പ് മിസ്മാച്ച് ഇൻ പാരാമീറ്റർ. ആ ക്ലിയർ സ്ക്രീൻ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തോ ഒരു ടൈപ്പ് മിസ്മാച്ച് എന്ന് കാണിക്കുന്നു. ഫോർമാറ്റിംഗ് കോൾ ടു printf. പിന്നെ c is assigned a value that is never used. c ഒന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്ത് നോക്കിയാൽ ശരിയാവുമോ? ഒരു വാണിംഗ് ആണ് വന്നിരിക്കുന്നത്.
ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ് പ്രോഗ്രാം. വാണിംഗ് വന്നിട്ട് കൂടി 5ഉം 10ഉം ആയതിനാൽ റിസൾട്ട് 15 എന്ന് കിട്ടണം. ഇത് കണ്ടോ, റിസൾട്ട് വന്നിരിക്കുന്ന സി എന്നാണ്. കാരണം എന്താണ്? ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുത്തോ അത് അതുപോലെ പ്രിന്റ് ചെയ്യും. അപ്പൊ സിയിലുള്ള വാല്യൂ വേണ്ടതിനാൽ ഡബിൾ കോട്ട്സ് ഇല്ലാത്ത സി ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഡബിൾ കോട്ട്സ് ഇല്ലാത്ത സി കൊടുത്തപ്പോൾ ഒരു എററും വരുന്നു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് %d എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഡബിൾ കോട്ട്സിൽ കൊടുത്തു, ഒരു കോമ ഇട്ടു. ഇനി ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. 15 എന്ന റിസൾട്ട് വന്നു. 5ഉം 10ഉം കൊടുത്തു 15 എന്ന റിസൾട്ട് വന്നു. എന്താണ് %d എന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ 5ഉം 10ഉം മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഓരോ വട്ടം റൺ ചെയ്യുമ്പോഴും നമുക്ക് ഇൻപുട്ട് മാറ്റി മാറ്റി കൊടുക്കാൻ കഴിയുന്ന മെക്കാനിസംസ് ഉണ്ട്. അവയെല്ലാം പറ്റി വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ പ്രോഗ്രാം ബിഗിനേഴ്സിന് ഉൾപ്പെടെ കുറച്ച് ക്ലിയർ ആയി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ടോ പേഴ്സണൽ ചാറ്റിലോ വരാം. രണ്ടാമത്തെ പ്രോഗ്രാം ചിലപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒരു പാർഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം വന്നിട്ടുണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കമൻ്റായും ചാറ്റുമായും എല്ലാം എന്നെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ പ്രോഗ്രാംസ്, കൂടുതൽ നോളജ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു. ഈ വിഷ്വലൈസേഷൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതും 2 നമ്പേഴ്സിനെ എങ്ങനെ സി പ്രോഗ്രാം ഉപയോഗിച്ച് ആഡ് ചെയ്യാമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോഗ്രാംസ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളുടെ ഒരു തുടക്കം ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. കൂടുതൽ ആഴത്തിലുള്ള കൺസെപ്റ്റുകളിലേക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ് മുതലായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഈവൻ തിയറി ഉൾപ്പെടെ. അതെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സെഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ കണ്ടതുപോലെയുള്ള വീഡിയോസ്, വിഷ്വലൈസേഷൻസിലൂടെ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ലോജിക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ്. താങ്ക്സ്.